നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കൊടകരയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരിക്കുന്ന 10 വയസ്സുകാരന്റെ നില ഭേദപ്പെട്ടതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 10 വയസ്സുകാരൻ അനോഷാണ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്നത്. വെന്റിലേറ്ററിലാണ് കുട്ടി തുടരുന്നത്. ചികിത്സയോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഒടുവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് 10 വയസ്സുകാരൻ. ആരോഗ്യനിലയിലെ പുരോഗതി അനുസരിച്ചാകും വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റുന്നതിലടക്കം തീരുമാനമുണ്ടാവുക. എന്തായാലും നിലവിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഈ പ്രതികരിക്കുന്നുണ്ട്, ചികിത്സയോട് അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ്. അത് തന്നെ ഏറ്റവും ഒരു നില ഭേദപ്പെടുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാവുന്നതാണ്. എന്തായാലും കുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാതെ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് കേരളം ഒന്നടങ്കം ആയിരിക്കുന്നത്. അതേസമയം കുട്ടികൾക്ക് കടിയേറ്റ വീട്ടിൽ നിന്ന് പാമ്പുകളെ ഓടിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ വീടിന് ചുറ്റും തീയിട്ടു. വീട്ടിൽ രണ്ടാമതും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇനിയും പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടത്. കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീയിട്ടത്. അൽജോയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് മറ്റൊരു പാമ്പിനെ കൂടി സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മുറ്റത്ത് കിടപ്പുമുറിയോട് ചേർന്നാണ് രാവിലെ പാമ്പിനെ കണ്ടത്. ഇത് ടൈലുകൾക്കിടയിലേക്ക് പോയെങ്കിലും മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് വന്നു. എന്തായാലും വീണ്ടും പാമ്പുകൾ കണ്ട സാഹചര്യത്തിലാണ് ഈ ഒരു വീടിന് ചുറ്റും തീയിട്ടത്, കാട് കത്തിച്ച് കളഞ്ഞത്. രാവിലെ അൽജോയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എന്തായാലും പാമ്പുകളെ ഓടിക്കാനുള്ള ശ്രമമൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം തീരാ നോവായി മാറിയിരിക്കുകയാണ് അൽജോ. രാവിലെ അൽജോയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ജന്മനാട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ നാടാകെ അൽജോയുടെ ഓർമ്മയിൽ തേങ്ങുകയായിരുന്നു. ഇളയ മകന്റെ ചേതനയറ്റ ശരീരം കണ്ട് അച്ഛൻ സിൽജോയും അമ്മ ജോൺസിയും സങ്കടമടക്കാനാകാതെ പൊട്ടിക്കരയുകയുണ്ടായി. ഒരു കുട്ടി വിടവാങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടി അവരിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മാതാപിതാക്കളുടെ ദുഃഖം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലും അപ്പുറമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൂട്ടുകാരും തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ അവസാനമായി കാണാൻ അധ്യാപകരും എത്തിയിരുന്നു. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രധാന അധ്യാപിക PM ലാഷയുടെ നേതൃത്വത്തിലാണ് അൽജോയെ അവസാനമായി കാണാൻ എത്തിയത്. സംസ്കാരത്തിന് ശേഷം വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി വീട്ടുപറമ്പിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. വനത്തോട് ചേർന്നുള്ള പ്രദേശത്തെ വീട്ടിൽ ഞായർ പുലർച്ചെ 2 മണിയോടെയാണ് വയറുവേദനയും അസ്വസ്ഥതകളുമായി ഉണർന്ന അൽജോയെയും അനോഷിനെയും രാവിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പാമ്പ് കടിയേറ്റതാകാമെന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചത്. വീട്ടിലെ തിരച്ചിലിൽ പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. അതായത് ഈ തലയിണയുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അനോഷിന്റെ ആരോഗ്യനിലയിൽ ഇന്നലെ ഉച്ചയോടെ പുരോഗതി ഉണ്ടെന്ന് അറിയിച്ചു. അതും ഏറ്റവും ആശ്വാസകരമാണ്. 8 വയസ്സുകാരൻ അൽജോ പുലർച്ചെയോടെയാണ് മരിച്ചത്. കുട്ടിയുടെ മരണകാരണം ശംഖുവരേന്റെ കടിയേറ്റത് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തലുണ്ടായത്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ട് ഭക്ഷ്യവിഷബാധയാണ് കുട്ടിക്ക് ഏറ്റത് എന്നായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണമുണ്ട്. ഈ കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടായപ്പോൾ മാതാപിതാക്കളും ആദ്യം കരുതിയത് ഭക്ഷ്യവിഷബാധയായിരിക്കാമെന്നാണ്. കാരണം ഈ തലേ ദിവസം അവോക്കാഡോ ജ്യൂസ് കൊടുത്തിരുന്നു കുട്ടികൾക്ക്. ഇത് എന്തെങ്കിലും ദോഷം ചെയ്തതാകാം, അത്തരത്തിൽ എന്തെങ്കിലും ഭക്ഷ്യവിഷബാധയായിരിക്കാം എന്നായിരുന്നു മാതാപിതാക്കളുടെ നിഗമനമായിരുന്നത്. പോലീസും അതേ നിഗമനത്തിൽ എത്തുകയായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പാമ്പ് കടിയേറ്റ് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. അൽജോയുടെ മൂത്ത സഹോദരൻ അനോഷ് 10 വയസ്സുകാരൻ. അനോജ് നിലവിൽ വെന്റിലേറ്ററിലാണ്. നിർദ്ദേശങ്ങളോട് അതായത് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശങ്ങളോട് അനോഷ് പ്രതികരിക്കുന്നുവെന്ന് ആണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. വെന്റിലേറ്റർ സഹായം തുടരുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നാട്ടുകാരടക്കം വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ ശംഖുവര ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ തല്ലി കൊല്ലുകയായിരുന്നു. അമ്മയ്ക്കൊപ്പം ആദ്യം കിടപ്പുമുറിയിൽ നിലത്തും പിന്നെ കട്ടിലിലുമാണ് കുട്ടി കിടന്നത്. പുലർച്ചെ 2 മണിയോടെ ഇരുവർക്കും വയറുവേദനയും തളർച്ചയും ഉണ്ടാവുകയായിരുന്നു. രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാകാം എന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത്. പിന്നാലെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. 5 മണിയോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിതാവ് ബൈക്കിൽ കുഞ്ഞുങ്ങളുമായി പാഞ്ഞു. പിന്നെ അവിടെ എത്തിച്ചപ്പോഴാണ് പാമ്പ് കടിയാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്ന് അവിടുത്തെ ഡോക്ടർ സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെത്തി മിനിറ്റുകൾക്കകം അൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. ഇതിനിടെയാണ് കോടാലിയിലെ ഇവരുടെ വീട് ശംഖുവരൻ പാമ്പിനെ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ നിന്ന് നിലകിട്ടിയ അതേ വലിപ്പത്തിലുള്ള പാമ്പാണ് കഴിഞ്ഞ ദിവസം സംസ്കാരം ചടങ്ങുകൾക്കിടെ വീടിന്റെ വരാന്തയിലും എത്തിയത്. മുട്ട വിരിഞ്ഞിറങ്ങിയ കൂടുതൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ പരിസരത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വനം വകുപ്പ് നിഗമനത്തിലെത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് ബന്ധുവിന്റെ പൗരോഹിത്യ ജൂബിലിക്കായി കുടുംബസമ്മേളനം പോയത്. അതുവരെ അൽജോ
ജിജോയും ജ്യേഷ്ഠ അനോഷും പിന്നാലെ വീട്ടിലെത്തിയ ശേഷമാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. ഈ കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരയുന്ന അച്ഛനും അമ്മയും തീരാ നോവായി മാറുകയാണ്. തീരാ വേദന കാഴ്ചയായി ചുറ്റുമുള്ളവരെയൊക്കെ നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും പാമ്പുകളൊക്കെ വളരെയധികം ഈ ചൂടുകാലത്ത് പാമ്പുകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ് ഈ സംഭവം. മാത്രമല്ല കഴിഞ്ഞ ദിവസം കിളിമാനൂരിലൊരു സംഭവം ഉണ്ടായി. അതായത് ഒരു 75-കാരിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് കിണറിൻ്റെ വശത്ത് നിന്ന് പാമ്പ് കടിയേറ്റാണ് 75-കാരിക്ക് ജീവൻ നഷ്ടമായത്. ഇത്തരത്തിൽ പാമ്പ് ായിട്ടുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കിളിമാനൂരിലാണ് ഇത്തരത്തിൽ കടിയേറ്റ വീട്ടമ്മ മരിച്ചത്. പുളിമാത്ത് സ്വദേശിനി സുധർമ്മയാണ് മരിച്ചത്. വീടിന്റെ സമീപത്തെ കിണറിന് അടുത്ത് വെച്ചാണ് അത്യുഗ്ര വിഷമുള്ള പാമ്പ് സുധർമ്മയെ കടിച്ചത്. നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും സുധർമ്മ കുഴഞ്ഞു വീണിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 19 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. കടുത്ത ചൂടിൽ തണുപ്പ് തേടി പാമ്പുകൾ വീടിനുള്ളിലേക്കും പരിസരങ്ങളിലേക്കും എത്തുന്നതാണ് അപകടങ്ങൾ കൂടാൻ കാരണം. കൃത്യമായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആശുപത്രിയിലെത്തിക്കാൻ വൈകുന്നതുമാണ് പലപ്പോഴും മരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ എന്തായാലും വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.